Thank you everyone for watching. Thank you for joining in this live. കഴിഞ്ഞ 4-ലധികം വർഷങ്ങളായി നമ്മൾ നടത്തി വന്ന ദൈവ സംവാദങ്ങൾക്ക് ഒരു വലിയ വഴിത്തിരിവുണ്ടായിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ നാം എത്തിയിരിക്കുന്നത്. പെന്തക്കോസ്ത വിഭാഗത്തിൽ 25 വർഷം ശുശ്രൂഷകൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഞാൻ. 25 വർഷത്തെ പെന്തക്കോസ്ത് ജീവിതത്തിന്റെ ഇപ്പുറത്ത്, പെന്തക്കോസ്റ്റൽ ശുശ്രൂഷാ ജീവിതത്തിന്റെ ഇപ്പുറത്ത്, പെന്തക്കോസ്തുകാരുടെ ദൈവസങ്കല്പം ക്രിസ്തീയ പാരമ്പര്യത്തിന് വിരുദ്ധമാണെന്നുള്ള സത്യം ഒരു ഞെട്ടലോടെ തിരിച്ചറിഞ്ഞ് ആ സത്യം ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ദൗത്യമാണ് ഞാൻ ആരംഭിച്ചത്. ആദ്യകാലത്തൊക്കെ അതിന് ചെറിയ ഫലമാണ് കണ്ടത്. ആദ്യം പെന്തക്കോസ്ത് വിഭാഗത്തിൽ നിന്ന് വലിയ എതിർപ്പുണ്ടായി. പിന്നീട് എതിർക്കാൻ വന്നവർ മിക്കവരും ജാള്യതയോടെ ആ സത്യം തിരിച്ചറിഞ്ഞു. തങ്ങളുടെ ദൈവവിശ്വാസം മനുഷ്യന്റെ കാൺകെ പുറത്തെടുക്കാൻ കൊള്ളാത്ത ഒന്നാണ്. അപ്പോൾ മുതൽ നിങ്ങളുടെ ദൈവം ആരാണ് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് നിഷ്ക്രമിക്കുന്ന ഒരു പരിപാടിയാണ് പെന്തക്കോസ്തുകാർ കൈക്കൊണ്ടത്. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഭാഷ പറഞ്ഞ കണ്ടം വഴി ഓടി എന്ന് വേണം പറയാം. നിങ്ങൾ പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആരോട് വേണമെങ്കിലും ചോദിക്കുക, നിങ്ങളുടെ ദൈവം ആരാണ്? അവർ ഉത്തരം പറയില്ല. അതിന് ഷിബു പീഡിയക്കൽ എന്ന ഞാൻ ഗ്യാരണ്ടി തരാം. നിങ്ങൾ പെന്തക്കോസ്തിൽ പെട്ട ആരോട് വേണമെങ്കിലും ചോദിച്ചോ. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പെന്തക്കോസ്തുകാരനെ വിളിക്കുക, നിങ്ങളുടെ ദൈവം ആരാണെന്ന് ചോദിക്കുക. 100 വർഷം അഴിച്ചുവിട്ട ആഘോഷം എന്ന കണക്ക് ചോദിക്കാൻ ആളില്ലാതെ, പറയാൻ ആളില്ലാതെ, മലങ്കരയിൽ നെടുകയും കുറുകയും നടന്ന് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ വിശ്വാസം തെറ്റ്, ഉപദേശം തെറ്റ്, ആരാധന തെറ്റ്, പ്രാർത്ഥനകൾ തെറ്റ്, അനുഷ്ഠാനങ്ങൾ തെറ്റ്, കർമ്മങ്ങൾ തെറ്റ്, കുർബാന തെറ്റ്, കൂദാശ തെറ്റ്, കുമ്പസാരം തെറ്റ് എന്നിങ്ങനെ വലിയ കുറ്റങ്ങളുടെ കൂമ്പാരം ഉയർത്തി നടന്ന പെന്തക്കോസ്ത് കരിമ്പൂതം ഗ്ലോറിയസ് ഗോസ്പലിൽ നിന്നുള്ള ഒരൊറ്റ ചോദ്യത്തിൽ സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. ആ മാജിക് വേർഡ്സ്, ആ മാന്ത്രിക വചസ് ഇതാണ്. പെന്തക്കോസ്തൽ മുന്നേറ്റത്തെ മലങ്കരയുടെ മണ്ണിൽ പിടിച്ചു നിർത്തിയ മാന്ത്രിക വചസ്. ഹൂ ഈസ് യുവർ ഗോഡ്? ദാറ്റ്സ് ഇറ്റ്. ആരാണ് നിങ്ങളുടെ ദൈവം? ഒരു വേശ്യാതെരുവിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്ന് ആരാണ് നിങ്ങളുടെ അപ്പൻ എന്ന് ചോദിച്ചാൽ ആ കുഞ്ഞുങ്ങൾ എങ്ങനെ പരിഭ്രാന്തരാവുകയോ അതിന്റെ 1000 മടങ്ങ് പരിഭ്രാന്തിയോടെ പെന്തക്കോസ്തുകാർ മാളത്തിൽ ഒളിക്കുന്നതും പിന്നീട് ചീത്ത വിളിക്കുന്നതും വ്യക്തിയധിക്ഷേപങ്ങൾ നടത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്നതുമായ കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ധാരാളം നുണക്കഥകൾ എന്നെ പറ്റി പറഞ്ഞു വരുത്തി. അതൊന്നും ഒത്തുവരുന്നില്ല എന്ന് കണ്ടപ്പോൾ, ഒന്നും പൊരുത്തപ്പെട്ടു വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പ്രകോപിപ്പിച്ച് ചീത്ത വിളിപ്പിക്കുക എന്നൊക്കെയുള്ള ശൈലി അവലംബിച്ചു. അവർക്കൊന്നും തന്നെ കിട്ടിയില്ല ഒരു തെളിവ്. ഏറ്റവും ഒടുവിലായിട്ട് അവരൊരു സ്ത്രീ ശബ്ദത്തിൽ വന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിൽ വന്നിട്ട് ചോദിച്ചു, നീ ആണാണെങ്കിൽ, ഞാൻ മാത്രമല്ല ഞങ്ങൾ അവിടെ ഇരിക്കുന്ന 4-5 പേര്, ഞങ്ങളൊക്കെ ആണുങ്ങളാണെങ്കിൽ, സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ് ഒരാളുണ്ട്, അയാളുടെ ദൈവം ആരാണെന്ന് അയാൾക്ക് അറിയത്തില്ല. അയാൾക്ക് ലോകത്തുള്ള പല കാര്യങ്ങളും അറിയാം, പക്ഷേ സ്വന്തം ദൈവം ആരാണെന്ന് പറയാൻ അറിയില്ല. അദ്ദേഹം ഞങ്ങളുമായിട്ടുള്ള സംവാദത്തിന് വന്നിട്ട് ദൈവം ആരാണെന്നുള്ള ചോദ്യത്തിന്റെ മുമ്പിൽ ഭയന്ന് പരിഭ്രമിച്ച് ഓടിപ്പോയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അനുയായികൾ, അതിലൊരാൾ ഒരു സ്ത്രീ ശബ്ദത്തിൽ ചോദിച്ചു,
നിങ്ങളാണെങ്കിൽ സെബാസ്റ്റ്യൻ പുന്നക്കൽ നടത്തുന്ന ഗ്രൂപ്പിലേക്ക് വരിക. എന്താണ് അതിന്റെ ആവശ്യം? സെബാസ്റ്റ്യൻ പുന്നക്കൽ നടത്തുന്ന ഗ്രൂപ്പിൽ ചെല്ലാത്തവരൊന്നും ആണുങ്ങളല്ലെന്നാണോ അർത്ഥം? അത്തരത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞു ആണുങ്ങളാണ് എന്ന് തെളിയിക്കുവാൻ മറ്റു പല മാർഗങ്ങളുണ്ട്. ഒരു മാർഗമല്ല, പല മാർഗങ്ങളുണ്ട്. നമ്മുടെ ആണത്വമാണോ അവർക്ക് തെളിയിക്കേണ്ടത്? നമ്മുടെ ഉപദേശമാണോ തെളിയിക്കുന്നത്? നിങ്ങൾക്ക് എന്താണ് ഇപ്പൊ അറിയേണ്ടത്? ഞങ്ങൾ പറയുന്ന ഉപദേശത്തെ കുറിച്ചാണോ നിങ്ങൾക്ക് അറിയേണ്ടത്, അതോ ഞങ്ങളൊക്കെ ആണുങ്ങളാണോ എന്നാണ് അറിയേണ്ടത്? അപ്പൊ അതിന് ഏറ്റവും യുക്തമായ, കൃത്യമായ, മാന്യമായ മറുപടിയാണ് കൊടുത്തിട്ടുള്ളത്. അതെന്തോ അശ്ലീലമാണെന്നുള്ള രീതിയിൽ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. മറുപടി ഇതാണ്: ഞങ്ങൾ ആണുങ്ങളാണ്, ഒരാൾ ആണാണെന്ന് തെളിയിക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിന് താല്പര്യമുണ്ടെങ്കിൽ, അതായത് ഈ സെബാസ്റ്റ്യൻ പുന്നക്കലിന്റെ ഗ്രൂപ്പിൽ വരുന്ന ഒഴിച്ച് മറ്റു മാർഗങ്ങളുണ്ട്. ഒരു മാർഗമല്ല, പല മാർഗങ്ങളുണ്ടെന്ന് അവർ. ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് പഞ്ചഗുസ്തി പിടിച്ചു നോക്കാം, നമുക്ക് ഇങ്ങനെ ഈ മേശ കൈവച്ചിട്ട് ഇങ്ങനെ. അതാണ്. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ചീട്ട് കളിച്ച് നോക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പെന്തക്കോസ്തുകാർ പരിഭ്രാന്തരായി. ഇപ്പോൾ അവരേറ്റവും ഒടുവിലായിട്ട് ഓർത്തഡോക്സ് സഭയിലെ പ്രാർത്ഥനാ പുസ്തകങ്ങളോ ഓർത്തഡോക്സ് സഭയിലെ അച്ഛന്മാരുടെ പ്രസംഗക്കുറിപ്പുകൾ അതൊക്കെ മുറിച്ചെടുത്ത് അതിലൂടെ തങ്ങളുടെ ദൈവ സങ്കല്പമാണ് ശരിയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ ചോദിച്ച ചോദ്യം നിലനിൽക്കുക. ഇപ്പൊ ഇവരുടെ ആവശ്യം ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നൊക്കെ തെറ്റാണെന്ന് ഓർത്തഡോക്സ് സഭയിലെ തിരുമേനിമാരൊക്കെ വന്നൊന്ന് പറയണം. ഇതെല്ലാം തെറ്റാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ 110 വർഷം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ഇറക്കിക്കൊണ്ടുപോയ നിങ്ങൾക്കെതിരെ അവരൊന്നും പറഞ്ഞിട്ടില്ല. ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് വിളിച്ചോണ്ട് പോയത്. ഇപ്പൊ ഇവര് നിങ്ങൾ ശരിയാണെന്ന് അവര് പറയണമെന്ന് എത്ര മനോഹരമായ ആഗ്രഹങ്ങളാണ് നിങ്ങൾക്ക്. ഇപ്പൊ ക്ലബ് ഹൗസിലെ ഇപ്പോഴല്ല, 2 ദിവസം മുമ്പാണ് ഒരു ചർച്ചയില് ഒരാള് ഇതെല്ലാം ഓർത്തഡോക്സുകാരാണ് എന്ന് പറഞ്ഞ് ഈ പെന്തക്കോസ്തുകാർ വേഷം കെട്ടാണ്. മുൻ ഓർത്തഡോക്സ്, അവർക്ക് ചെറുതായിട്ടൊക്കെ പഴയ പ്രാർത്ഥനയൊക്കെ അറിയാം, അതൊക്കെ വന്നിരുന്ന് പറയുക. അപ്പൊ ഒരാളോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ ഇപ്പോൾ ഓർത്തഡോക്സ് ആണോ? അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം പറയാൻ പറ്റത്തില്ല. ഞാൻ ആയിരുന്നു, പക്ഷെ എൻ്റെ വല്യപ്പനായിരുന്നു, ഇങ്ങനെയൊക്കെ പറയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പെന്തക്കോസ്റ്റിൽ ഇപ്പോൾ നിൽക്കുമ്പോൾ നിങ്ങൾ ധനം സമ്പാദിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഉപജീവന മാർഗമാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നാണയം ചവിട്ടിപ്പിടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഞാൻ നിങ്ങളോടൊന്നും പറയുന്നില്ല, നിങ്ങൾ അവിടെ നിൽക്കുക. കാരണം നിങ്ങൾക്ക് ദ്രവ്യ സമ്പാദനമുണ്ട്, നാണയ സമ്പാദനം അവിടെ നടക്കുന്നെങ്കിൽ എനിക്കതിനകത്തൊന്നും പറയാനില്ല. നിങ്ങൾ നാണയം സമ്പാദിക്കുന്നില്ലെങ്കിൽ പെന്തക്കോസ്ത് ചതിക്കുഴികളെ വിടുക, നിങ്ങളുടെ മാതൃസഭയിലേക്ക് മടങ്ങുക. കാരണം പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസം, ഉപദേശം, ദൈവശാസ്ത്രം, ലോകവീക്ഷണം, ആരാധനാക്രമങ്ങൾ, സമ്പ്രദായങ്ങൾ, ശൈലികൾ, പാരമ്പര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ ഇവയെല്ലാം കൃത്യമായി ദൈവബോധ്യത്തിൽ നിന്ന് പിതാക്കന്മാർ ഒരിക്കലായി പരമേൽപ്പിച്ചിട്ടുള്ളതാണ്. അത് സത്യവിശ്വാസമാണ്. അങ്ങോട്ട് മടങ്ങുവീൻ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ചർച്ച പുരോഗമിച്ചു. ഇവർക്ക് ദൈവം ആരാണെന്ന് പറയുവാൻ യാതൊരു നിവൃത്തിയുമില്ല. ദൈവമാരാണ് ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇവർ പലതും പറഞ്ഞു നോക്കുന്നുണ്ട്, ഒക്കുന്നില്ല. ഞങ്ങൾ ത്രിയേക ദൈവ വിശ്വാസത്തെ കുറിച്ച് സഭയുടെ ലിറ്റർജിയിൽ നിന്നും പിതാക്കന്മാരുടെ എഴുത്തുകളിൽ നിന്നും ഉദ്ധരിച്ച് തിരുവെഴുത്തുകാരുടെ പിന്തുണയോടുകൂടെ അവതരിപ്പിച്ചുകൊണ്ടേയിരുന്നു. 30 വീഡിയോകൾ ഞങ്ങൾ ദൈവിക ത്രിത്വത്തെ കുറിച്ച് ഇറക്കിയപ്പോൾ ഇവർക്ക് നിവൃത്തിയില്ല. കാരണം ഇവരുടെ അനുയായികളിൽ പലർക്കും മനസ്സിലായി ത്രിത്വ ദൈവമാണ് സത്യദൈവം. അപ്പോൾ ഇവർ പെട്ടെന്ന് വേഷം മാറി. ഞങ്ങൾ ട്രിനിറ്റേറിയൻസ് ആണ് എന്ന് പറഞ്ഞ് ഇവർ പുതുതായിട്ട് രംഗത്ത് വന്നു. വി ആർ ട്രിനിറ്റേറിയൻസ്. എന്നിട്ട് ഗ്ലോറിയസ് ഗോസ്പലിനെതിരായിട്ടൊക്കെ അവർ ട്രിനിറ്ററിക്ക് എതിരായിട്ടാണെന്നൊക്കെ പറയാൻ വേണ്ടി ഒക്കെ പരിശ്രമിച്ചു. പക്ഷെ അതൊന്നും വിലപ്പോയി. അപ്പോൾ ഈ ചർച്ചകളിൽ മറ്റു വിഭാഗക്കാർ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ഇസ്ലാമിക ദാവാ പ്രവർത്തകർ, അതുപോലെ യുക്തിവാദികൾ, അവരൊക്കെ കാലാകാലങ്ങളിൽ ചർച്ചയുടെ ഭാഗങ്ങളായിട്ടുണ്ട്. കേരളത്തിൽ ക്രിസ്തീയ വിശ്വാസത്തെ തിരസ്കരിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോവുക. അതിന് ഓർത്തഡോക്സ് വിശ്വാസികൾ ധാരാളമുണ്ട്. ഏറ്റവും കൂടുതൽ കത്തോലിക്ക സഭയിൽ നിന്നും, രണ്ടാമത് പെന്തക്കോസ്റ്റിൽ നിന്നുമാണ് നിരീശ്വരവാദത്തിലേക്ക് പോയിട്ടുള്ളത്. ഏറ്റവും കുറച്ച് ആളുകൾ പോയിട്ടുള്ളത് ഓർത്തഡോക്സ് സഭയിൽ നിന്ന്. എങ്കിലും ഓർത്തഡോക്സ് സഭയിൽ നിന്ന് നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുള്ളവരെ ഞങ്ങൾ അവർ പലരോട് സംസാരിക്കാറുണ്ട്.
അവരെല്ലാവരും തന്നെ വിശ്വാസം വിടാൻ അവരെ പ്രേരിപ്പിച്ച കാര്യം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ ദൈവം ചെയ്ത ക്രൂരതകൾ, ദൈവം ആവശ്യപ്പെട്ട ക്രൂരതകൾ എന്ന രീതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ടെക്സ്റ്റുകളാണ്. വയലൻസ് ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ്. വയലൻസ് ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന വിഷയത്തെ അഡ്രസ് ചെയ്യുമ്പോൾ ഏബ്രഹാമിക് റിലീജിയൻസ് 3 യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാമിക മതം. ഭംഗിക്ക് ചില ആളുകൾ ഇത് മതമല്ല എന്നൊക്കെ പറയും. ഇതൊക്കെ വല്ല വിഡ്ഢികളോടും പോയി പറയാവുന്നേ. ഞങ്ങളുടേതൊരു മതമല്ല. മുസ്ലിങ്ങൾ പറയും ഞങ്ങളുടേത് മതമല്ല. ഹിന്ദുക്കൾ പറയും ഞങ്ങളുടേത് മതമല്ല. ക്രിസ്ത്യാനികൾ എപ്പോഴേ പറയും ഞങ്ങളുടേത് മതമല്ല. അങ്ങനെ ലോകത്ത് മതങ്ങളില്ലാന്ന് വരും. ഈ മതം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കുറച്ചിലാണെന്നാണ് ഇവർക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം ഒരുപോലെ പറയും ഞങ്ങളുടേത് മതമല്ല, ഞങ്ങളുടേത് മതമല്ല എന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ടാണ്. ഞാൻ അഭിമാനത്തോടെ പറയും ഇത് ഞാൻ ക്രിസ്തു മത വിശ്വാസിയാണ്, ക്രിസ്തു മതത്തിലാണ്. ഇസ്ലാം മതമുണ്ട്, ഹിന്ദു മതമുണ്ട്, ബുദ്ധമതമുണ്ട്, ജൈന മതമുണ്ട്, സിഖ് മതമുണ്ട്. എന്താ അതിന് കുഴപ്പം? ഇപ്പൊ നമ്മൾ ഒരു സിംഹത്തെ മൃഗം എന്ന് പറയുമ്പോഴേക്ക് സിംഹം പറയാം ഞാൻ മൃഗമല്ല കേട്ടോ, ഞാൻ സിംഹമാണ്, അല്ലേ? കഴുത മൃഗമാണ്, സിംഹം മൃഗമാണ്. അപ്പൊ സിംഹത്തിന് കഴുത മൃഗമാണെന്ന് പറയുമ്പോൾ സിംഹം ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. അത് കഴിഞ്ഞ് സിംഹം ഇത് മറ്റൊരു മൃഗമാണെന്ന് പറയുമ്പോൾ സിംഹം പറയും ഓ പ്രതിഷേധിക്കും, കാരണം കഴുതയുടെ കൂടെ കൂടിയല്ലോ എന്നുള്ള. ഇതെല്ലാം പൊതു സംജ്ഞയാണ്, മതമാണ്. ക്രിസ്തു മതം, ഇസ്ലാം മതം, യഹൂദ മതം. യഹൂദ മതത്തിൽ മോശ പ്രവാചകനായിട്ട് അവതരിപ്പിച്ച ഒരു ദൈവസങ്കല്പമുണ്ട്. ഇസ്ലാം മതത്തിന് ഒരു ദൈവസങ്കല്പമുണ്ട്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് യേശുക്രിസ്തു പരിചയപ്പെടുത്തിയ സ്നേഹധനനായ സ്വർഗീയ പിതാവ്. ആ ദൈവത്തെക്കുറിച്ചാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായും വിശുദ്ധ പൗലോസ് ശ്ലീഹായും വിശദീകരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പൽ എന്ന പേരിൽ അവതരിപ്പിക്കുന്ന സുവിശേഷം ഞങ്ങൾ ആരംഭമാക്കുന്നത് പ്രധാനമായും യോഹന്നൈൻ തിയോളജിയും പോളൈൻ തിയോളജിയുമാണ്. പൗലോസ് ശ്ലീഹായുടെ എഴുത്തുകളും യോഹന്നാൻ ശ്ലീഹായുടെ എഴുത്തുകളും ആധാരമാക്കിക്കൊണ്ട് സത്യദൈവത്തെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. പെന്തക്കോസ്ത് പോലെയുള്ള വിഭാഗങ്ങളിൽ അവർ പഠിപ്പിക്കുന്ന തെറ്റായ ദൈവസങ്കല്പം, അവരുടെ ദൈവസങ്കല്പം എന്താണ്? ദൈവം പ്രതികാരം ചെയ്യുന്ന, മറ്റ് മതക്കാരെ കൊന്നൊടുക്കുന്ന ദൈവത്തെക്കുറിച്ചൊക്കെയാണ് പെന്തക്കോസ്തിൽ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ഉദാഹരണ സഹിതം കഴിഞ്ഞ കാലങ്ങളിൽ വീഡിയോകളിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ അവർ ഒരു ഉപവാസ പ്രാർത്ഥന നടത്തുകയായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥന 1 മണി വരെ ആയിരുന്നു നടക്കേണ്ടത്. പക്ഷെ 12:30 ആയപ്പോൾ RSSകാർ വന്നിട്ട് അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. കാരണം അടുത്ത് അമ്പലത്തിൽ ഉത്സവം തുടങ്ങാനുണ്ട്. ഇവരിങ്ങനെ ചെണ്ടയടിച്ച് അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു. അത് ഇവരുടെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല. അന്ന് രാത്രി ഉത്സവം തുടങ്ങി. അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോൾ വെടിക്കെട്ട് വലിയ അപകടം. പുറ്റിങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് 150 പേരോളം മരിച്ചു വീണു. ഇങ്ങനെ ഇരിക്കും ഞങ്ങളുടെ ദൈവത്തോട് കളിച്ചാൽ. ഇതാണ് പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്നത്. പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് അടക്കം ഞങ്ങൾ തെളിവ് സഹിതം കാണിച്ചു. ഇതാണ് ഇവരുടെ ദൈവസങ്കല്പം, ഇത്തരത്തിലുള്ള ദൈവസങ്കല്പം. അപ്പൊ അത്തരത്തിലുള്ള ദൈവസങ്കല്പവും അത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങളും വർദ്ധിച്ചു വന്നപ്പോഴാണ് ഞങ്ങൾ സൗഹാർദ്ദത്തിന്റെയും സമന്വയത്തിന്റെയും സാംശീകരണത്തിന്റെയും പാതകളിലൂടെ സാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന യഥാർത്ഥ ക്രിസ്തീയ മാർഗത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. അപ്പം അതാണ് ഇപ്പൊ പഴയ നിയമത്തിൽ ഇപ്പൊ യഹോവ എന്ന പേരിൽ യഹൂദൻ കാണുന്ന ദൈവസങ്കല്പമുണ്ട്. ആ ദൈവസങ്കല്പത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. അത് എത്രയോ ക്രൂരമായ വാക്യങ്ങൾ, വയലൻസ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ കാരണം യോഹന്നാൻ ശ്ലീഹ പറയുന്നുണ്ട്. യോഹന്നാൻ ശ്ലീഹ തന്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവിടെ പറയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഇത് യോഹന്നാൻ ശ്ലീഹ എഴുതിയിരിക്കുകയാണ്. ഏറ്റവും ഒടുക്കമായിട്ട് എഴുതിയ സുവിശേഷമാണ്. അന്ത്യോക്യയിലെ ഇഗ്നാത്തിയോസ് ന്യൂറോനോ, അന്ത്യോക്യയിലെ 3-ാം പാത്രിയർക്കീസ് ആയിരുന്ന പരിശുദ്ധ ഇഗ്നാത്തിയോസ് ന്യൂറോനോയും ഈ പോളികാർപ്പും ഒക്കെ ആവശ്യപ്പെട്ടനുസരിച്ചാണ് ഈ യോഹന്നാൻ ശ്ലീഹ ഈ സുവിശേഷം എഴുതുന്നത്. സ്മിർനായിലെ അധ്യക്ഷനായിരുന്നു പോളികാർപ്പ്.
യോഹന്നാസ്ലീഹയുടെ ശിഷ്യനായിരുന്നു ഇഗ്നാത്യസ് നൂറോനോ. ഇഗ്നാത്യസ് നൂറോനോയുടെ ശിഷ്യനായിരുന്നു പോളികാർപ്പോസ്. അപ്പൊ ഇവര് ഒരുമിച്ച് ആവശ്യപ്പെട്ടനുസരിച്ച് സഭയ്ക്ക് വേണ്ടി നോസ്റ്റിസിസം, ഡോസറ്റിസം ഇതൊക്കെ ശക്തമായ കാലത്ത് അതിനെ എതിർക്കാൻ വേണ്ടി ഒരു സുവിശേഷം എഴുതണം. അതുകൊണ്ടാണ് മറ്റ് ആദ്യത്തെ മാത്യു, മാർക്ക്, ലൂക്ക് എന്ന് പറയുന്ന അല്ലെങ്കിൽ സിനോപ്റ്റിക് ഗോസ്പൽ സമവീക്ഷണ സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രചനാ സമ്പ്രദായം, ഒരാവിഷ്കാര ശൈലി നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നു. അപ്പൊ ഇതൊരു പർപ്പസിന് വേണ്ടി എഴുതുകയാണ്. ദൈവശാസ്ത്രമാണ് അതിനകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തമായി യോഹന്നാസ്ലീഹ രേഖപ്പെടുത്തുകയാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നോ മേൻ ഹാസ് എവർ സീൻ ഗോഡ് അറ്റ് എനി ടൈം ഇൻ ദ ഹിസ്റ്ററി. Magna Carta. It's a Christian Magna Carta in Christian theology. ഞങ്ങൾ ഇതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് ദൈവത്തെ കണ്ടു എന്നുള്ള അവകാശവാദങ്ങൾ, മോശ ദൈവത്തെ കണ്ടു അല്ലെങ്കിൽ അങ്ങനെ പല ആളുകളും ദൈവത്തെ കണ്ടു എന്നുള്ള അവകാശവാദങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് യേശു കർത്താവ് എമർജ് ചെയ്യുന്നത്. ആ കമ്മ്യൂണിറ്റിയാണ് യേശു കർത്താവിനെ ക്രൂശിക്കുന്നത്. ഇവിടെ യോഹന്നാസ്ലീഹ പറയാം, അവരാരും ദൈവത്തെ കണ്ടിട്ടില്ല. യഥാർത്ഥ ദൈവത്തെ യേശു ക്രിസ്തുവാണ് വെളിപ്പെടുത്തിയത്. യഥാർത്ഥ ദൈവത്തെ യേശു ക്രിസ്തുവാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഈ ഒരു വിഷയം ഉന്നയിച്ചപ്പോൾ വളരെ വലിയ എതിർപ്പുകൾ പല ആളുകളും കൊണ്ടുവന്നു. മോശ ദൈവത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പല പല വാദങ്ങൾ ആളുകൾ കൊണ്ടുവരികയാണ്. അപ്പൊ ഞങ്ങള് പല വാക്യങ്ങളെ കാണിച്ചു. അതിലൊരു പ്രധാനപ്പെട്ട വാക്യം സ്തെഫാനോസ് സഹദ, അദ്ദേഹത്തിന്റെ ഒന്നാമത്തേതും അവസാനത്തേതും ആയ ഒരേ ഒരു പ്രസംഗം, ഒറ്റ പ്രസംഗമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അത് മുഴുമിപ്പിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊന്നു. അദ്ദേഹം രക്തസാക്ഷിയായി. സഭയുടെ സഹതയാണ്. ശമാശന്മാരിൽ പ്രധാനിയും സഹതന്മാരിൽ മുമ്പനും ആയിരുന്ന സ്തെഫാനോസ് സഹദ. അപ്പൊ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടർപ്പിലെ അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ ഒരു ദൈവദൂതൻ അവന് പ്രത്യക്ഷനായി. ദൈവദൂതനെയാണ് മോശ കണ്ടത്. അതുകൊണ്ടാണ് യോഹന്നാസ്ലീഹ പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാർ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം ഉൾപ്പടർപ്പിൽ പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനും ആക്കി അയച്ചു. അപ്പൊ ഇറ്റ് വാസ് ഹാപ്പൻ ത്രൂ ആൻ ഏഞ്ചൽ. അപ്പൊ ഒരു ദൂതനെയാണ് മോശ ഉൾപ്പടർപ്പിൽ കണ്ടത്. അപ്പൊ അത് നമ്മൾ അവിടെ കാണുക. വീണ്ടും സ്തെഫാനോസ് സഹദ പറയാണ്, സീനായ് മലയിൽ തന്നോട് സംസാരിച്ച ദൂതനോടും നമ്മുടെ പിതാക്കന്മാരോടും കൂടെ മരുഭൂമിയിലെ സഭയിലിരുന്നവനും നമുക്ക് തരുവാൻ ജീവനുള്ള അരുളപ്പാട് ലഭിച്ചവനും അവൻ തന്നെ. ഇനിയിപ്പോ ഇതേ കാര്യം തന്നെ പൗലുസ്ലീഹ ആവർത്തിച്ച് ഉറപ്പിക്കുന്നുണ്ട്. പൗലുസ്ലീഹ ഇത് പറയുമ്പം ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലുസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ദൂതൻ മുഖാന്തരമാണ് ന്യായപ്രമാണം ലഭിച്ചത്. അത് വളരെ കൃത്യമായിട്ട് എബ്രായ ലേഖനം ഗലാത്യ ലേഖനം 3-ാം അധ്യായം 19-ാം വാക്യത്തിൽ, എന്നാൽ ന്യായപ്രമാണം എന്തിന്? വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതുമത്രേ. അപ്പൊ ഹോൾ ലോ, ന്യായപ്രമാണം എന്താണ്? ഇറ്റ് വാസ് നോട്ട് എ പാർട്ട് ഓഫ് ദ ഒറിജിനൽ പ്ലാൻ. യഥാർത്ഥ ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമല്ല ഈ ന്യായപ്രമാണം. ബട്ട് ഇറ്റ് വാസ് ആഡഡ്. എന്താണ് ന്യായപ്രമാണത്തിന്റെ പ്രസക്തി? ഇറ്റ് വാസ് ആഡഡ് ബിക്കോസ് ഓഫ് ട്രാൻസ്ഗ്രഷൻസ്. Till the seed should come to whom the promise was made,
and it was ordained by angels in the hand of a mediator. It was ordained by angels. ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥന്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. അപ്പൊ പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയാണ്, പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ യേശുവാണ്. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയാണ്, പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ യേശുവാണ്. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശ ആയതുകൊണ്ടും പുതുനിയമത്തിന്റെ മധ്യസ്ഥൻ യേശു ആയതുകൊണ്ടുമാണ് 1 തിമോത്തിയോസ് 2:5 പറയുന്നത്, ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ദൈവം ഒരുവൻ. ഇവിടെ നോക്കുക, പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആരാണ്? പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയാണ്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശുവാണ്. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ മോശയാണ്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശുവാണ്. അതുകൊണ്ടാണ് തിമോത്തിക്ക് എഴുതുമ്പോൾ പറയുന്നത്, ദൈവം ഒരുവനല്ലോ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ഇത് പെന്തക്കോസ്തുകാർ വ്യാപകമായി ദുരുപയോഗം ചെയ്തൊരു വാക്യമാണ്. മലങ്കരയിൽ പരിശുദ്ധ കന്യകാമറിയത്തെയും ഗീവറി സഹദായെയും മറ്റു ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒക്കെ ആക്ഷേപിക്കുവാനും അവരോടുള്ള അപേക്ഷകൾ തെറ്റാണെന്നൊക്കെ സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുവാനും വ്യാപകമായി ഉപയോഗിച്ച വാക്യമാണ്. ഉള്ള മതിലൊക്കെ, പെന്തക്കോസ്തുകാരുടെ മതിലൊക്കെ കാണാം, ദൈവം ഒരുവൻ, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യസ്ഥനും ഒരുവൻ. ഈ വാക്യം ധാരാളം ഓർത്തഡോക്സ് യാക്കോബായ വിശ്വാസികളെ പോലും മനസ്സിൽ കലുഷത ഉണ്ടാക്കിയിട്ടുണ്ട്, കന്മഷം ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാന് ഈ പ്രസംഗം ഓൺലൈനിൽ തുടങ്ങിക്കഴിഞ്ഞ് ധാരാളം ആളുകൾ, ഈവൻ ചില പട്ടക്കാർ പോലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ മനസ്സിലും സംശയമുണ്ടായിരുന്നു, ഈ മാതാവിനോടുള്ള അപേക്ഷ അത്ര ശരിയാണോ? കാരണം അത്ര വിഷലിപ്തമായ പ്രചരണമാണ് ഇവർ നടത്തിയത്. ദൈവം ഒരുവനാണ്, ദൈവത്തിന് മനുഷ്യർക്ക് മധ്യ, അത് യേശു ക്രിസ്തു. ഈ വാക്യത്തിന്റെ കോണ്ടെക്സ്റ്റ് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഒത്തിരി ആളുകൾ തെറ്റിദ്ധരിക്കുന്നു. അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ 4 വർഷത്തിനിടെ കിട്ടിയിട്ടുള്ള മെയിലുകള് ഹ്യൂജ് വോളിയമാണ്. മലങ്കരയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 10,000 ആളുകൾ ഈ മാതാവിനോടുള്ള പ്രാർത്ഥന. ഞങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. ഓർത്തഡോക്സ് വിശ്വാസികളുടെ മെയിലുകൾ ഇവിടെ കുമിഞ്ഞുകൂടിയിട്ടുണ്ട്. അവര് ഒത്തിരി ആളുകൾ പറയുന്നത് വിശുദ്ധ കുർബാനയിൽ കൃപ നിറഞ്ഞ മറിയമേ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവര് മിക്കവാറും രക്ഷിക്കപ്പെട്ടവരും കൂട്ടായ്മ പോകുന്നവരുമാണ്. പക്ഷേ പള്ളി അംഗത്വം വിട്ടിട്ടില്ല, വിശുദ്ധ കുർബാന നിൽക്കുമ്പോൾ ഹാഫ് മൈൻഡഡ് ആയിട്ടാണ് നിൽക്കുക. അപ്പൊ ഇത് വരുന്ന സമയത്ത് അങ്ങ് മാനസിക പ്രയാസം ചൊല്ലത്തില്ലായിരുന്നു. മനസ്സിൽ ആ സമയം യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞ് എത്ര പേരാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇതൊക്കെ പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്ന, രക്തത്താൽ ജയമെന്ന് പറഞ്ഞാൽ മതി, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് പറയുമ്പോഴേക്കും ഇവർ മനസ്സിൽ പ്രാകുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾ റിസ്റ്റോർ ചെയ്യപ്പെട്ടു. ഇത് ഫിസിക്കലി പെന്തക്കോസ്റ്റിൽ നിന്ന് ഓർത്തഡോക്സിലോട്ട് മാറിയ ആളുകളെക്കാൾ ആ ഒരു ഇമ്പാക്റ്റിനേക്കാൾ വലിയൊരു ഇമ്പാക്റ്റ് ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പൽ കൊണ്ട് ഞങ്ങൾ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം ഞങ്ങൾക്ക് അതാണ്. ഈ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾക്ക് അകത്തു നിന്നവര് തന്നെ നീ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ പ്രതിവാക്യം കൂടുതൽ ഉറച്ച്, കൂടുതൽ വിശ്വാസ ദൃഢതയോടെ ചൊല്ലുവാൻ ആരംഭിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. മാതാവിനോടുള്ള അപേക്ഷ വളരെ ഫലിക്കുന്നതാണ്. അപ്പൊ മാതാവിനോടുള്ള അപേക്ഷ വിട്ടുകളയാതെ പറഞ്ഞു തന്നപ്പോ ഇപ്രാവശ്യത്തെ മണറാട് പള്ളി പെരുന്നാൾ 8 നോമ്പ് ഈ കോവിഡ് മഹാമാരിയുടെ കെടുതിയുടെ ഇടയിൽ, പ്രത്യേകിച്ച് പള്ളി ഇരുന്ന ആ വാർഡ് കോവിഡ് ബാധിച്ചിട്ട് വേർതിരിക്കപ്പെട്ട പ്രദേശമായിട്ട് സർക്കാർ പ്രഖ്യാപിച്ചതാണ്. അപ്പം കണ്ടെയ്ൻമെന്റ് സോണായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു പള്ളി ഉൾപ്പെട്ട വാർഡ്.
എന്നിട്ട് പോലും ആ 8 ദിവസവും വലിയ ജനാവലിയാണ് വന്നത്. പള്ളിയിൽ വളരെ വർദ്ധിച്ച പുരുഷാരം എത്തി. എല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അച്ഛന്മാരും കമ്മിറ്റിക്കാരും എല്ലാം ആ 10 ദിവസത്തോളം ആ ജനക്കൂട്ടത്തിനിടയിൽ നിന്നു. അവർക്കാർക്കും ഈ ഇത്രയും ദിവസമായി യാതൊരു രോഗബാധകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ വലിയ കാരുണ്യം അവിടെ വെളിപ്പെട്ടു. ഞാൻ വഴിമധ്യേ പറഞ്ഞതേ ഉള്ളൂ, ബൈ ദ വേ അതൊക്കെ സംഭവിച്ചു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വാക്യം 1 തിമോത്തി 2:5 ദൈവം ഏകനാണ്, ദൈവം ഒരുവനാണ്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ യേശുക്രിസ്തു എന്ന് പറയുമ്പോ എഴുതുന്ന പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത്, മനസ്സിൽ വെച്ചിരിക്കുന്നത് മോശ എന്ന മധ്യസ്ഥനെയാണ്. അല്ലാതെ പരിശുദ്ധ കന്യകാമറിയത്തെയോ അല്ലെങ്കിൽ ഗീവറീസാദായോ അല്ലെങ്കിൽ പൗലോസ്ലീഹയെ തന്നെയോ അതൊക്കെ അവർ പൗലോസ്ലീഹയൊന്നും ആ സമയത്ത് സഭയിൽ ഒരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ അവർ ഭൂമിയിൽ ജഡത്തിൽ ജീവിച്ചിരിക്കുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരായിട്ടല്ല എഴുതിയത്. അപ്പൊ ദൈവം ഒരുവനാണ്, ഇനിയിപ്പോ ഒരു മധ്യസ്ഥനേ ഉള്ളൂ. മോസസ് ഈസ് നോ ലോങ്ങർ അവർ മീഡിയേറ്റർ എന്നാണ് അവിടെ എഴുതുന്നത്. അതായത് മോശ ഇനി മധ്യസ്ഥനല്ല, യേശുവാണ് മധ്യസ്ഥൻ. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ ഒരു അർത്ഥം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ അത്രയും വിശദീകരിച്ചത്. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. He is the mediator of the New Testament. So Moses was the mediator of the Old Testament. അപ്പൊ മധ്യസ്ഥന്റെ കയ്യിൽ ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്ത ആ പഴയ പ്രമാണം ദൂതന്മാർ മുഖാന്തരമാണ് കൊടുത്തത്, നേരിട്ടല്ല കൊടുത്തത്. ഇതോ പിതാവിനെ മുഖാമുഖം കണ്ടുകൊണ്ടിരുന്ന പുത്രൻ വെളിപ്പെടുത്തി. He was face to face with the Father. ഇതാണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ദൈവത്തെ മുഖാമുഖം കണ്ട്, ആരും ദൈവത്തെ ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനാണ് ആ ദൈവത്തെ വെളിപ്പെടുത്തിയത്. അപ്പൊ ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ഏകജാതനായ ഇതാണ് ആ പഴയ കവനന്റ്. അത് പുതിയ കവനന്റ് ഉണ്ട്. പഴയ കവനന്റ് തുടങ്ങുമ്പോൾ മോശ വെള്ളം രക്തമാക്കുക. പുതിയ കവനന്റിന്റെ ആരംഭത്തിൽ യേശു കർത്താവ് വെള്ളം വീഞ്ഞാണ് ആക്കുന്നത്. അപ്പൊ അത്രത്തോളം വ്യത്യാസമുണ്ട്. ഒന്ന് മരണമാണ്, മറ്റത് ജീവനാണ്. അല്ലെ? പഴയ കവനന്റ് സീനായ് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് 3000 പേർ കൊല്ലപ്പെട്ടു. പുതിയ കവനന്റ് യെരുസലേമിൽ പെന്തക്കോസ്ത് നാളിൽ 3000 പേർ മാമോദിസ സ്വീകരിച്ചു. അങ്ങനെ നമ്മൾ കോൺട്രാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ വലിയ കോൺട്രാസ്റ്റ്. ഇതാണ് നമ്മൾ പറയുന്നത്. ആ കാലത്ത് അന്ധകാരത്തിലാണ് അവർ നിരുന്നത്. അവരുടെ ഇരുട്ടുപിടിച്ച മനസ്സിലൂടെയാണ് അവർ ദൈവത്തെ കാണാൻ ശ്രമിച്ചത്. അവർ ദൈവത്തെ കണ്ടിട്ടില്ല. ദൈവത്തെ ആരും, no one has ever seen God at any time in the history. No one has ever seen God except his son Jesus Christ. യേശുക്രിസ്തു ആണ് ആ പുത്രനെ നമുക്ക് വെളിപ്പെടുത്തിയത്. ആ പുത്രനിലൂടെ വെളിപ്പെട്ട ആ പിതാവിനെ നമ്മുടെ പിതാക്കന്മാർ നിക്കിയ സുന്നോദോസിൽ
സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ഏക ദൈവം എന്ന് രേഖപ്പെടുത്തി. അത് നമ്മൾ അഭംഗുരമായിട്ട് നൂറ്റാണ്ടുകളിലൂടെ ഉരുവിട്ടുകൊണ്ടിരിക്കും. ഇതാണ് സത്യവിശ്വാസം. ദൈവത്തിന്റെ ഏകപുത്രൻ, സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവൻ, പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം, സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം, ജനിച്ചവനെങ്കിൽ സൃഷ്ടിയല്ലാത്തവൻ, സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവൻ, യേശുമിശിഹ ആയ ഏക കർത്താവിൽ നമ്മൾ വിശ്വസിക്കുകയാണ്. സ്ഥലത്തെ ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ടവനും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും സ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏക റൂഹായിലും നമ്മൾ വിശ്വസിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ വിശ്വസിക്കുന്നു. 4ാമത് വിശ്വസിക്കുന്നത് കാതോലികവും ശ്ലൈഹികവും ഏകവും വിശുദ്ധവുമായ സഭയിൽ വിശ്വസിക്കുന്നു. 4 കാര്യങ്ങളാണ് വിശ്വസിക്കുന്നത്. ബൈബിളിൽ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ ഇപ്പൊ പുതിയ ആളുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവാഞ്ചലിക്കൽ ഇൻഫ്ലുവൻസിൽ പല ആളുകളും ബൈബിൾ മാറോട് അടുക്കി പിടിക്കണം, ബൈബിളിലാണ് വിശ്വസിക്കുന്നത് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. ബൈബിളിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ബൈബിൾ വളരെ യൂസ്ഫുൾ ആണ്, പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, അതാണ്. പക്ഷെ ബൈബിൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇപ്പൊ ഞാൻ പലപ്പോഴും ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ബൈബിളിനെ നമ്മൾ ഇപ്പൊ ഇത് പറഞ്ഞ ബൈബിൾ തേങ്ങയാണെന്ന് പറഞ്ഞ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ നമ്മുടെ തേങ്ങാക്കൂട്ടിൽ ഇങ്ങനെ തേങ്ങ കിടക്കുകയാണ്. തേങ്ങ എടുത്തു പൊട്ടിച്ചു, അത് മക്കൾക്ക് എങ്ങനെയാ കൊടുക്കേണ്ടത്? അമ്മമാരാ തേങ്ങ എടുത്ത് അത് പൊതിച്ച് അല്ലെ തൊണ്ട് മാറ്റണം, പിന്നെ അത് ഉടയ്ക്കണം, പിന്നെ അത് ഇളക്കി എടുക്കുകയോ ചിരവി എടുക്കുകയോ ചെയ്യണം. എന്നിട്ട് ആ തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ എടുക്കാൻ പറ്റും, പിന്നെ തേങ്ങ കൊത്തിയെടുക്കാൻ പറ്റും, തേങ്ങ വറുത്തെടുക്കാൻ പറ്റും, തേങ്ങ പീരിയായിട്ടിടാൻ പറ്റും, പിന്നെ തേങ്ങ കറിക്ക് അരയ്ക്കാൻ പറ്റും. ഇങ്ങനെ പല വിധത്തിൽ കറികൾക്കകത്തും പലഹാരങ്ങൾക്കകത്തും ഈ തേങ്ങ ചേർക്കുകയാണ്. അപ്പൊ എന്നിട്ട് ഒരു നല്ല വീട്ടിൽ, നല്ലൊരു തറവാട്ടിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങള് ഈ തേങ്ങ കഴിക്കുമ്പം അയ്യോ ഞങ്ങൾക്ക് ആരും തേങ്ങ തന്നില്ല. നീ കഴിക്കുന്നതിനകത്തെല്ലാം തേങ്ങ ഉണ്ട്, നീ കഴിക്കുന്നതിനകത്തെല്ലാം തേങ്ങ അരച്ചിട്ടുണ്ട്, തേങ്ങ വറുത്തരച്ച് ചേർത്തിട്ടുണ്ട്, തേങ്ങ കുത്തി വറുത്തിട്ടിട്ടുണ്ട്, തേങ്ങ പാല് ചേർത്തിട്ടുണ്ട്, ഇതെല്ലാം അതിനകത്തുണ്ട്. അപ്പൊ സുറിയാനി ക്രിസ്ത്യാനികളുടെ ലിറ്റർജിയിലൂടെ പോകും. ആ ലിറ്റർജിക്കൽ തിയോളജിയിൽ തിരുവെഴുത്തുകൾ ആവശ്യത്തിനുണ്ട് അതിനകത്ത്, നിങ്ങൾക്ക് ഹെൽത്തി ഡയറ്റായിട്ട്. ഇതുകൂടാതെ ഈ കാളികൂളി പിള്ളേരുണ്ട്, നമ്മുടെ പറമ്പിന്റെ ആ മതിലിടിഞ്ഞ് കിടക്കുന്ന ഭാഗത്തോട് ചാടിക്കയറി തേങ്ങ എറിഞ്ഞിടുക. തേങ്ങ എറിഞ്ഞിട്ടിട്ട് ഈ തേങ്ങ കൊണ്ട് പോവുക. തേങ്ങ എന്നിട്ട് എങ്ങനെ തിന്നണമെന്ന് അറിയത്തില്ല. പിന്നെ തേങ്ങ തല്ലി പൊട്ടിക്കുക, തേങ്ങ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുക, തേങ്ങയുടെ തല്ലിട്ട് പലർക്കും പരിക്ക് പറ്റുക, ഇങ്ങനത്തെ കാര്യം. ഇതാണ് പെന്തക്കോസ്തുകാർ ചെയ്യുന്നത്. ഈ ബൈബിളും സഭയിൽ നിന്ന് മോഷ്ടിച്ചിട്ട് പോയിട്ട് ഈ ബൈബിൾ വെച്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി ഇപ്പൊ 30,000 ഗ്രൂപ്പായിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെയല്ല. തിരുവെഴുത്തുകൾ സഭയാകുന്ന മാതാവ് അത് അതിന്റെ കൃത്യമായ അനുപാതത്തിൽ, കൃത്യമായ അളവുകളിൽ നമ്മുടെ ലിറ്റർജിയിൽ തന്നിട്ടുണ്ട്. ആ ലിറ്റർജിയിലൂടെ സഞ്ചരിക്കുക, ആ ലിറ്റർജിയോടൊപ്പം പ്രാർത്ഥിക്കുക. ആ ലിറ്റർജിയിലൂടെ പോകുമ്പോൾ നമ്മൾ ദൈവത്തെ മനസ്സിലാക്കുന്ന പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം. അയ്യോ ഞങ്ങൾക്കും തൃത്വമുണ്ട്, ഞങ്ങളും ട്രിനിറ്റിയിലാ വിശ്വസിക്കുന്നത്, പെന്തക്കോസ്തുകാർ നിലവിളിക്കുക. ശരിയാണ്, പക്ഷെ നിങ്ങൾ ആരാധിക്കുന്ന ആരെയാണ്? ഇവിടെ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭയാണ്. ഓർത്തഡോക്സ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് പ്രൈസ് ആണ്. ഇപ്പം ഡോക്സ എന്ന് പറഞ്ഞാൽ സ്തുതിയാണ്, അല്ലെങ്കിൽ പ്രൈസ് ഡോക്സ. അപ്പൊ ഡോക്സായ ഓർത്തോയാക്കി. ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് എന്നാണ്. ഈ ഓർത്തോഡോണ്ടിക്സ് എന്ന് പറഞ്ഞാൽ പല്ല് നേരെയാക്കുക, ഓർത്തോപീഡിക്സ് എന്ന് പറഞ്ഞാൽ എല്ല് നേരെയാക്കുക. അപ്പൊ ഓർത്തോ എന്ന് പറഞ്ഞാൽ സ്ട്രേറ്റ് എന്നാണ്. അപ്പൊ ഡോക്സോളജി എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ഡോക്സ. അപ്പൊ സ്തുതി ചൊവ്വാക്കി അല്ലെ സ്തുതി നേരെയാക്കി. അതുകൊണ്ടാണ് സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭ എന്ന് പണ്ട് ഈ സഭയെ വിളിച്ചുകൊണ്ടിരുന്നത്, സ്തുതി ചൊവ്വാക്കപ്പെട്ട സഭ എന്ന്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, യാതൊരു സംശയവും. ഇതാണ് സ്തുതി. പെന്തക്കോസ്തുകാരുടെ എന്താണ് ഗതി? ഇവിടെ സ്തുതി ഇതാണ്, അവിടുത്തെ ഗതി എന്താ? ഓർത്തഡോക്സിലെ സ്തുതിയുടെ കാര്യം ഞാൻ പറഞ്ഞു, പെന്തക്കോസ്തിലെ ഗതിയുടെ കാര്യം നിങ്ങൾ ചിന്തിക്കൂ. അവിടെ ആരെയാണ് സ്തുതിക്കുന്നത്? എന്തെങ്കിലും ഊഹമുണ്ടോ? പിതാവിനെയാണോ ആരാധിക്കുന്നത്, പുത്രനെയാണോ ആരാധിക്കുന്നത്, പരിശുദ്ധാത്മാവിനെയാണോ ആരാധിക്കുന്നത്, അതോ പഴയ നിയമത്തിലെ യഹോവയാണോ ആരാധിക്കുന്നത്, അതോ ഇനി ആരെയാണ് ആരാധിക്കുന്നത്? ആർക്കാണ് സ്തുതി പോകുന്നത്? അത് ഞങ്ങൾ ഇങ്ങനെ സ്തുതി മുകളിലോട്ട് വിടുക, അത് മുകളിലുള്ള ആരൊക്കെയാന്ന് വെച്ചാൽ അവർ ഷെയർ ചെയ്തെടുത്തോളൂ എന്നല്ല ഒരു പാസ്റ്റർ ഇന്നലെ ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞു. അതിപ്പോ നമ്മളിങ്ങനെ മുകളിലോട്ട് ടോസ് ചെയ്യാണ്, അവരിങ്ങനെ പിടിച്ചിങ്ങനെ എടുത്തിട്ട്
അവരെല്ലാം കൂടെ തമ്മിൽ ഇപ്പൊ നമുക്കറിയത്തില്ലല്ലോ ആരൊക്കെയാ ഇരിക്കുന്ന, ആരൊക്കെയാ ഉള്ളത്, നമുക്ക് ഒരു പിടുത്തവും ഇല്ല. അവരെല്ലാം കൂടെ ഷെയർ ചെയ്തെടുത്തോളുന്നു. അപ്പൊ ഇത്രമാത്രം അജ്ഞത, അൺസർട്ടനാണ്, കൺഫ്യൂഷനാണ് ഈ കൺഫ്യൂഷനിൽ ഇരിക്കുന്ന ആളുകൾ. ഇതാണ് ഞാൻ ഈ ദൈവസംവാദത്തിന്റെ ഒരു ചെറു ചരിത്രം പറഞ്ഞതാണ്. കാരണം താമസിച്ച് ജോയിൻ ചെയ്യുന്നവര്, പുതുതായിട്ട് വരുന്നവര്, ഇവർക്ക് ഈ നമ്മുടെ ഈ ഹിസ്റ്ററി അറിയത്തില്ല. ഇപ്പൊ നമുക്ക് ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനൽ ഏകദേശം 930 വീഡിയോകളുണ്ട്. അപ്പൊ അതിലൂടെയൊക്കെ സഞ്ചരിച്ച് ഈ ചരിത്രം മനസ്സിലാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. സാധാരണക്കാർക്ക് അത്രയും എളുപ്പമാണ്. ആദ്യം മുതൽ ഇത് പിന്തുടർന്ന് വന്നിട്ടുള്ളവർക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. എന്നാൽ പുതുതായിട്ട് മാത്രം വന്ന് ജോയിൻ ചെയ്യുന്നവർ ആശയക്കുഴപ്പത്തിലാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാനിത് വിശദീകരിക്കുന്നത്. ദൈവം ആരാണ് എന്നുള്ള ചോദ്യത്തിന് പെന്റക്കോസ്തുകാർക്ക് ഉത്തരമില്ല സുഹൃത്തുക്കളെ, ഉത്തരമില്ല. ഇനി ഉത്തരവുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ കമന്റ് എഴുതുക. ഉത്തരം പറയാൻ ധൈര്യമുള്ളവർ നാളത്തെ ലൈവിൽ ജോയിൻ ചെയ്യുക, നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് ഉത്തരവുണ്ട്. നിങ്ങൾക്ക് ഇനി പരിചയമില്ല, നിങ്ങളുടെ പാസ്റ്റർക്ക് അറിയാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങളുടെ പാസ്റ്ററോട് ചോദിക്കുക. പാസ്റ്റർ, നമുക്ക് ഒരു ലൈവിൽ ജോയിൻ ചെയ്ത് നമ്മുടെ ദൈവവിശ്വാസം ഒന്ന് പറയണമല്ലോ, പാസ്റ്റർക്ക് സാധിക്കുമോ? നിങ്ങളുടെ പാസ്റ്ററോട് ചോദിക്കുക. ഈ ലൈവിൽ ജോയിൻ ചെയ്ത് അദ്ദേഹത്തിന്റെ ദൈവവിശ്വാസം ഒന്ന് അവതരിപ്പിക്കുക, അല്ലെ നിങ്ങളുടെ ദൈവവിശ്വാസം. അങ്ങനെ ഒരു പാസ്റ്റർ നിങ്ങൾക്കുണ്ട്, അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരും, നമുക്ക് അവിടെ സംസാരിക്കാം. നിങ്ങളുടെ ദൈവവിശ്വാസം എന്താണ് പെന്റക്കോസ്റ്റിൽ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ ആരോപണം ഞാൻ പിൻവലിക്കും. അല്ല, അതിന് വളഞ്ഞ വഴികളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തിനാണ് വളഞ്ഞ വഴികൾ നോക്കുന്നത്? നിങ്ങളെന്തിനാ ഇത്രയും ബുദ്ധിമുട്ട്, എന്തിനാ ഇത്രയും ഭയപ്പെടുന്നേ? എന്താ നിങ്ങൾക്ക് ഇത്ര ഭയം? നിങ്ങൾക്കിപ്പോ അറിയത്തില്ല. കഴിഞ്ഞ 110 വർഷമായിട്ട് വലിയ ഉത്സാഹവും ആവേശവും വലിയ പ്രതിബദ്ധതയും വലിയ ഭാരം, കർത്താവിന്റെ ഭാരം, സുവിശേഷത്തിന്റെ ഒരു ദൗത്യവും ഒക്കെ ആയിട്ട് അങ്ങ് നടക്കുകയായിരുന്നല്ലോ. ഇപ്പൊ ഇവിടെ ഇരുന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ട് 4 കൊല്ലമായി. ആരാണ് നിങ്ങളുടെ ദൈവം? അത് പറഞ്ഞു തരാൻ കെൽപ്പുള്ള, പ്രാപ്തിയുള്ള, ബോധമുള്ള, വിവരമുള്ള ആരെങ്കിലും പെന്റക്കോസ്തുകാരുണ്ടെങ്കിൽ പാസ്റ്ററാകാം, സെൻട്രൽ പാസ്റ്ററാകാം, ഡിസ്ട്രിക്ട് പാസ്റ്ററാകാം, ഓവർസിയർ ആകാം, സൂപ്രണ്ട് ആകാം. ഇതൊക്കെ പെന്തക്കോസ്റ്റിൽ ഓരോരോ സ്ഥാനങ്ങളെ. എന്തോ ഒരു തമാശ. സൂപ്രണ്ട്, പണ്ടൊക്കെ ഈ റബ്ബർ തോട്ടത്തിലാ സൂപ്രണ്ട് ഉണ്ട്. ഞങ്ങളുടെയൊക്കെ അവിടെ എസ്റ്റേറ്റിൽ സൂപ്രണ്ടുമാരുണ്ട്, റബ്ബർ എസ്റ്റേറ്റിലൊക്കെ. പെന്തക്കോസ്തി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ യാക്കോബായ സഭയിലൊക്കെ കഴിഞ്ഞാൽ അച്ഛനെ, ചെമ്മാശനെ, അച്ഛനെ, പിന്നെ റമ്പാച്ചൻ, മെത്രാച്ചൻ, പിന്നെ ഇടയ്ക്ക് കോറപ്പിസ്കോപ്പ, ഇങ്ങനെയൊക്കെയുള്ള പല പല, മൽപ്പാനച്ചൻ, ഇങ്ങനെയൊക്കെയുള്ള പല ഇത് കേട്ടിട്ടുണ്ട്. പെന്തക്കോസ്തി വന്നു കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്ക് മനസ്സിലായത് സൂപ്രണ്ട്. ഞാനതിനു മുമ്പ് ഈ റബ്ബർ തോട്ടത്തിലാണ് സൂപ്രണ്ടിനെ കണ്ടിട്ടുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഓവർസിയർ, വേറെ റൈറ്റ്, ഓവർസിയർ. അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിലെ കേട്ടിട്ടുള്ള. അതിനു മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഓവർസിയർ ഉണ്ടായിരുന്നു. ഇപ്പം പെന്തക്കോസ്റ്റിൽ ഓവർസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സത്യസഭയിൽ എന്തുണ്ടോ അതിനെ മുഴുവൻ പരിഹാസ്യമാക്കുക. സത്യസഭ വിശുദ്ധ കുർബാനയുണ്ട്, അതിനെ പരിഹസിക്കാൻ വേണ്ടി അവർ മേശ എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അത് ഈ പിന്നെ സഭ, ഇവരുടെ ഞായറാഴ്ചത്തെ സഭ നടത്താൻ വേണ്ടി ഇങ്ങനെ പാസ്റ്റർ സ്കൂട്ടറെ പോകുന്ന വഴിക്ക് പാപ്പച്ചൻ ചേട്ടന്റെ ബേക്കറിയുടെ വാതൊക്കെ വണ്ടി ഒന്ന് നിർത്തും, സ്കൂട്ടർ ഒന്ന് ചെരിച്ച് അങ്ങോട്ട് നിർത്തിയിട്ട് അങ്ങോട്ട് ചെന്ന് ചേട്ടാ ബണ്ണുണ്ട്, ഒരു ബണ്ണിഞ്ഞ് മേടിച്ചു. പിന്നെ സ്കൂട്ടറെ കയറും, പുറകെ ഇരിക്കുന്ന ആളുടെ കയ്യിലോട്ട് ഈ ബണ്ണ് കൊടുക്കും, ആ പുള്ളി ഇത് കക്ഷത്തിലോട്ട് വെക്കും, ഇങ്ങനെ ഇത് മുറിച്ച് നാരങ്ങ വെള്ളം കൂട്ടി എല്ലാവർക്കും പരിഹാസ്യമാക്കും. മാമോദിസ വിശുദ്ധ കൂദാശയാണ്, അതിനെ ആക്ഷേപിക്കാം. ഞാനും ഇതിനകത്തൊക്കെ ഉൾപ്പെട്ട് പോയിട്ടുണ്ട്. അതിന് ഞാൻ 100 വട്ടം ക്ഷമ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പ്രത്യേകിച്ച് ക്ഷമയെന്ന് പറയുന്നു. അപ്പോ ഈ മാമോദിസ എന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും എങ്ങനെയാണ് മാമോദിസ നടക്കേണ്ടത്? ബൈബിൾ പറയുന്നത് പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരിക എന്നാണ് ആഹ്വാനം. പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരിക. അപ്പൊ അത് എങ്ങനെയാണ് പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരേണ്ടത്? എബ്രായ ലേഖനത്തിൽ 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുകയാണ്. എബ്രായർ 10:22, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി. അപ്പൊ എന്ത് വെള്ളത്താലാണ് ശരീരം കഴുകപ്പെടേണ്ടത്? ശുദ്ധവെള്ളത്താലാണ്. ഇത് പെന്തക്കോസ്തിൽ നടക്കുന്ന ഈ പറഞ്ഞ സ്നാനം എന്ന് പറഞ്ഞ കലാപരിപാടി,
അതായത് മാമോദിസ സഭയിൽ ശുദ്ധവെള്ളത്താൽ മാമോദിസ നടത്തുമ്പോൾ അതിനെ പരിഹാസ്യമാക്കുവാൻ വേണ്ടി ഈ പോത്ത് കുളിക്കുന്ന കടവിൽ കൊണ്ട് ആളുകളെ ചാടിക്കുകയാണ്. പരിശുദ്ധമായ വിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ വേണ്ടി ഈ റൊട്ടി മേടിച്ചാണ്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും അവഹേളിക്കുക. സഭയിലെ പരിശുദ്ധമായ സ്ഥാനങ്ങളെ അവഹേളിക്കാൻ വേണ്ടി സൂപ്രണ്ട്, ഓവർസിയറെ എന്നൊക്കെ പറഞ്ഞ് ഓരോരോ സ്ഥാനങ്ങൾ ഉണ്ടാക്കി അവരങ്ങനെ നടത്തുകയാണ്. അപ്പൊ ഇത് എത്രയോ അവഹേളനപരമായിട്ടാണ് ഇവരിത് നടത്തുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ കൃത്യമായിട്ട് പരിശുദ്ധ സഭ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ദൈവബോധ്യമുണ്ട്, ദൈവവിശ്വാസമുണ്ട്. അവിടെ പിതൃസുത പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം, ദൈവം സ്നേഹമാകുന്നു. ദ വെരി എസൻസ് ഓഫ് ഗോഡ് ഈസ് ലവ്. യോഹന്നാസ്ലീഹ പറയാ ദൈവം സ്നേഹം തന്നെ. അടുത്തായിട്ട് പറയുക ദൈവം സ്നേഹമാകുന്നു എന്ന് പറഞ്ഞിട്ട് തൃപ്തി പോരാഞ്ഞിട്ട് യോഹന്നാസ്ലീഹ പിന്നെ രണ്ടാമത് എഴുതുകയാണ് ദൈവം സ്നേഹം തന്നെ. നീ 1 യോഹന്നാൻ 4:8 വായിക്കണം. അത് കഴിഞ്ഞ് പിന്നെ 4 വാക്യം കഴിഞ്ഞ് മുന്നോട്ട് ചെല്ലുമ്പോൾ വീണ്ടും പറയും ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. വെരി എസൻസ് ഓഫ് ഗോഡ് ഈസ് ലവ് ആൻഡ് ലവ് അലോൺ. അതുകൊണ്ട് ഈ ചെളിവെള്ളത്തിൽ പോയി ചാടുകയല്ല. ഈ പരിശുദ്ധ മാമോദിസയെ കുറിച്ച് മുൻകൂട്ടി പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. നോക്കൂ, യെഹെസ്കേൽ പ്രവാചകൻ 3:25 ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. നിർമ്മല ജലമാണ് തളിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഇതിനെയൊക്കെ അവഹേളിക്കുകയാണ്. അപ്പുറത്ത് അവരിരുന്നു കൊണ്ട് അവരെ അവഹേളിക്കുന്നവരാണ്, പരിഹസിക്കുന്നവരാണ്. യാതൊരു വാലിഡിറ്റിയും ഇല്ലാതെ അവർ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഞങ്ങളിങ്ങനെ കർത്താവിന്റെ വേലയൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പരിശുദ്ധ സഭയിൽ നിന്ന് വേറിട്ട് ചെയ്യുന്ന ഒരു വേലയ്ക്കും ഒരു പ്രസക്തിയുമില്ല. കാരണം അത് വേർപെട്ടു പോയി. എന്നോടുകൂടെ ശേഖരിക്കാത്തവർ ചിതറിക്കപ്പെടും. യേശുക്രിസ്തു പറഞ്ഞ എന്നോടുകൂടെ ശേഖരിക്കപ്പെടാത്തവർ ചിതറിക്കപ്പെടും. ചിതറിക്കപ്പെട്ടു പോകുന്ന ഒരനുഭവത്തിൽ കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കുവാൻ കഴിയുകയില്ല. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ കഴിയുകയില്ല. ഇപ്പൊ സഭയാകുന്ന മുന്തിരിവള്ളിയിൽ വസിച്ചുകൊണ്ട് ഫലം കായ്ക്കുന്നവരായി തീരണം. അതിന് പകരം അപ്പുറത്ത് മാറിയിരുന്നിട്ട് ഈ പരിഹസിച്ച് സ്വന്തമായിട്ടുള്ള ദൈവവിശ്വാസം ഉണ്ടാക്കുകയാണ്. അപ്പം ആകയാൽ ഇതാണ് ദൈവസംവാദത്തിന്റെ ഒരു സംക്ഷിപ്തം. ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുകയാണ്. ഇപ്പൊ പെന്തക്കോസ്തുകാർ പുതിയ പുതിയ ശൈലികൾ അവലംബിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിടത്ത് നിൽക്കുകയാണ്. ആദ്യം ചോദിച്ച ചോദ്യം ഇപ്പോൾ വീണ്ടും പ്രസക്തിയുള്ളതാണ്. നിങ്ങൾ എത്ര കണ്ണടച്ചാലും നിങ്ങൾക്ക് മാത്രം ഇരുട്ടാകത്തുള്ളൂ, ഞങ്ങൾക്ക് രാത്രി ആവത്തില്ല. പെന്തക്കോസ്റ്റിൽ പെട്ട് കിടക്കുന്നവർ വഞ്ചിക്കപ്പെട്ടവരാണ്. നിങ്ങൾ നാണയം ചവിട്ടിപ്പിടിച്ച് നിൽക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾ അവിടെ നിൽക്കും. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. താമസിച്ച് ജോയിൻ ചെയ്യുന്നവർക്കായിട്ട് ഞാൻ പറയാം, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ഒരു പയ്യൻ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വന്നു. 10 മണിക്ക് ക്ലാസ് തുടങ്ങുന്നു. അന്നത്തെ കാലത്ത് 10:15 ആയി കാണും. ഇവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും സാറ് ചോദിച്ചു, അന്നത്തെ കാലത്ത് ചൂരലിന്റെ ഒരു ചെറിയ കഷായമുണ്ട്, നീ എന്നാ താമസിച്ച്? ഞാൻ പറഞ്ഞു, ആൽത്തറയുടെ അവിടെ ഒരാളുടെ ഒരു വെള്ളി രൂപ, അന്നത്തെ കാലത്ത് 1 രൂപ ഉണ്ട് ഇങ്ങനെ വലിപ്പമുള്ള ഒരു, ആൽത്തറയുടെ അവിടെ ഒരാളുടെ വെള്ളി രൂപ കാണാൻ പോയിരുന്നു. അപ്പൊ ഇവൻ നടന്നു വരുന്നത് ആൽത്തറയുടെ അതിലാണ് സ്കൂളിലോട്ട് നടന്നു വരുന്നത്. അപ്പൊ ആൽത്തറയുടെ വെള്ളി രൂപ പോയാലും നിനക്കെന്താ? അത് അവിടെ എല്ലാവരും കൂടി തപ്പുമായിരുന്നു. അതിന് നിനക്ക് സ്കൂളിലോട്ട് വരും, നീ സ്കൂളിലോട്ട് വന്നു. ഒരു പറയാണ്, ഞാനത് ചവിട്ടി പിടിച്ചോണ്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഈ കാണാതെ പോയ വെള്ളി രൂപ ഇവൻ ചവിട്ടി പിടിച്ചോണ്ട് നിൽക്കുക. അപ്പൊ തപ്പ് നിർത്തി ആളുകൾ പോയിട്ടല്ല ഇവന് പോരാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും പെന്തക്കോസ്ത് നിൽക്കുന്ന പ്രിയപ്പെട്ടവരിൽ സുറിയാനിക്കാർ പലരും നാണയം ചവിട്ടി പിടിച്ചോണ്ട് നിൽപ്പുണ്ട്. അങ്ങനെയുള്ളവർ അവിടെ നിൽക്കും.
അവിടെ നിന്നു, ഇങ്ങോട്ടൊന്നും പോരണ്ട, അവിടെ നിന്നു, അനങ്ങരുത്, അവിടെ നിന്നു. നാണയം ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുന്നവർ അവിടെ നിൽക്കും. ഈ മൈനെ ചവിട്ടി നിൽക്കുന്നവരുണ്ട്. മൈനെ ചവിട്ടി കഴിഞ്ഞാണല്ലോ പിന്നെ ഓണാവും. മൈൻ ഓണായി കഴിഞ്ഞാൽ കാല് പൊക്കിയാൽ പൊട്ടിത്തെറിക്കും. ചവിട്ടി പിടിച്ച് നിൽക്കുന്നത്തോളം കാലം കുഴപ്പം പിടിച്ച ചില മൈനെ ചവിട്ടി നിൽക്കും. ചില റിലേഷൻഷിപ്പിലൊക്കെ പെട്ട് ഇങ്ങനെ ചവിട്ടി നിൽക്കുന്നവരുണ്ട്. അവർക്ക് കാല് പൊക്കാൻ വരെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് നാണയം ചവിട്ടി പിടിച്ച് നിൽക്കുന്നവരും മൈനെ ചവിട്ടി നിൽക്കുന്നവരും അവിടെ നിൽക്കട്ടെ. ഇത് രണ്ടത്തിലും അല്ല, നിങ്ങൾ ചവിട്ടി നിൽക്കുകയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് അഭിമാനത്തോടെയും ആത്മധൈര്യത്തോടെയും നിങ്ങളുടെ മാതൃസഭകളിലേക്ക് മടങ്ങണമെന്ന ഞങ്ങളുടെ പതിവ് ആഹ്വാനം വീണ്ടും ഞങ്ങൾ തരികയാണ്. ഞങ്ങൾ സംഘടന നടത്തുന്നില്ല, ഞങ്ങൾ സഭ നടത്തുന്നില്ല, ഞങ്ങൾ ഒരു ശബ്ദം മാത്രമാണ്, ഒരാഹ്വാനം മാത്രമാണ്. ഗോ ബാക്ക് ടു യുവർ ഹോം. മനസ്സിലായി? അല്ല, സന്ധ്യ കഴിയുമ്പോൾ ഇങ്ങനെ പോലീസുകാർ റോന്തി ഇട്ടിട്ട് വീട്ടിൽ പോടാ എന്ന് പറയത്തില്ല. വീട്ടിലേക്ക് പോവാ. ഗോ ബാക്ക് ടു യുവർ ഹോം. നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോവാ. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും, ദൈവശാസ്ത്രപരമായിട്ട് അവിടുത്തെ ഉപദേശം തെറ്റാണ്, അത് വിഗ്രഹാരാധനയാണ്, അത് കുഴപ്പമാണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിനുള്ള ഉത്തരങ്ങൾ ഞങ്ങൾ പറയാം. ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇനി ചോദിച്ചാലും പറയാം. ദൈവശാസ്ത്രപരമായിട്ടോ ചരിത്രപരമായിട്ടോ ഒരു തരത്തിലും ഉള്ള യാതൊരു തെറ്റുകളോ അപാകതകളോ വൈരുദ്ധ്യങ്ങളോ ഒന്നും പരിശുദ്ധ സുറിയാനി സഭയുടെ ഉപദേശത്തിലോ വിശ്വാസത്തിലോ ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ കർമ്മങ്ങളിലോ കൂദാശകളിലോ ഒന്നുമില്ല എന്ന് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ പോകാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ നാണയം ചവിട്ടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ. നിങ്ങൾ മൈനെ ചവിട്ടിപ്പോയി, പൊട്ടും. ഓക്കെ, യു ആർ എക്സ്ക്ലൂഡഡ്, നോ പ്രോബ്ലം. പക്ഷെ അല്ലാത്ത ആളുകൾ, യു ഹാവ് നോ എക്സ്ക്യൂസ്. കാരണം നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ബന്ധങ്ങളെ മുറിച്ച് നിങ്ങളുടെ സഭകളെ വേദനിപ്പിച്ചൊക്കെ പോകുന്നവരാണ്. നിങ്ങൾക്ക് മടങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് ഞങ്ങൾ നൽകുന്ന ആഹ്വാനം. അപ്പോ നമ്മുടെ ദൈവ സംവാദം ഇവിടം വരെ എത്തി. ഞങ്ങൾ ആദ്യം ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിൽ ഇപ്പോഴും നിൽക്കുന്നു. സ്റ്റിൽ ഇറ്റ് ഈസ് അൺആൻസ്വേർഡ്. ഞങ്ങളുടെ ചോദ്യം ഇതാണ്, ഹു ഈസ് യുവർ ഗോഡ്? സ്റ്റിൽ ആ ചോദ്യം ഇസ് എക്കോയിങ് ആൻഡ് എക്കോയിങ്. അതിന് ഉത്തരവില്ലാത്തതിന് പുതിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിട്ട് എന്താണ് കാര്യം? ഞങ്ങളെ കേൾക്കുന്ന പെന്തക്കോസ്ത് സുഹൃത്തുക്കളിൽ ആർക്കെങ്കിലും ഇതൊരു ചലഞ്ചായിട്ടോ ആക്ഷേപമായിട്ടോ ഒക്കെ തോന്നുന്നെങ്കിൽ അത് തികച്ചും യാദൃശ്ചികമാണ്. ഇതിനകത്ത് മറ്റാരുമായിട്ടും ബന്ധമില്ല. നിങ്ങൾക്ക് ഉത്തരം തരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സന്നദ്ധത അറിയിക്കുക. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരാൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അയാളെ വിളിച്ചുകൊണ്ട് വരിക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ഭാഗികമായി ദൃഷ്ടാന്തങ്ങളാൽ പൂർവന്മാരോട് ആണ് അറിയിച്ചത്. അവർക്ക് ദൈവത്തെക്കുറിച്ച് ഒന്നും മനസ്സിലായില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. കട്ട പിടിച്ച ഇരുട്ട് മാത്രമാണ് മനുഷ്യരെ അവർ കാണിച്ചു കൊടുത്തത്. എന്നാൽ പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി, പ്രകാശത്തിന്റെ സൃഷ്ടാവിന് സ്തുതി, പ്രകാശത്തിൽ വസിക്കുന്നവന് സ്തുതി. വെളിവ് നിറഞ്ഞ ഒരു ഈശോ ആ വെളിവ് കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പ്രവേശിക്കട്ടെ. ആ വെളിവിനാൽ നിറഞ്ഞ് ആ വെളിച്ചത്തിന്റെ മക്കളായി ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുവാൻ, വെളിച്ചത്തിൽ നടക്കുവാൻ, വെളിച്ചത്തിന്റെ കൂട്ടായ്മയുള്ളവരായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. May God bless you. Thank you. ഭാഗികമായി ദൃഷ്ടാന്തത്തിൽ നീതിയിൻ മാർമൂലം പൂർവിക താതരുടായി താതൻ പൂർവം സാക്ഷിച്ചു നമ്മോടിന്നീ